ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി പൊതിച്ചോറാണ്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊതിച്ചോറിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരുപാട് പേർക്ക് നൊസ്റ്റാൾജി ഉള്ള ഒരു ഐറ്റമാണ്. പൊതിച്ചോറുകളിൽ മിക്കവാറും മീൻ വറുത്തത് കാണാറുണ്ട്. അപ്പോൾ മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 3 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഈ ഒരു മിക്സിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം മീൻ നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. മീനിലേക്ക് ഞാൻ മാരിനേഷൻ പിടിപ്പിച്ച ശേഷം വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ബാക്കി വന്ന മസാലയിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ടീസ്പൂൺ അളവിൽ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ആ ഒരു മിക്സ് വേസ്റ്റ് ആവുകയില്ല. നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു മസാല കൂടി റെഡിയാക്കി എടുക്കാൻ പറ്റും. പൊതിച്ചോറുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ചമ്മന്തി. അപ്പോൾ ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടി മിക്സിയുടെ ഏറ്റവും ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 7 ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പുളിക്ക് വേണ്ടി മാങ്ങയാണ് ഉപയോഗിക്കുന്നത്. 2-3 കഷ്ണം മാങ്ങ ചേർക്കാം. ഒരു 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടിക്ക് പകരം വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും 2-3 കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കുക കേട്ടോ. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ തന്നെ തേങ്ങ ചേർക്കാതിരുന്നത് തേങ്ങ ഭയങ്കരമായിട്ട് അരഞ്ഞ് അരപ്പ് പോലെ ആയിപ്പോവും ചമ്മന്തി. അതുകൊണ്ടാണ് മാങ്ങയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ അരഞ്ഞതിന് ശേഷം മാത്രം വേണം തേങ്ങ ചേർത്ത് കൊടുക്കാൻ. നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ അങ്ങനെ ചേർക്കാം. അമ്മിക്കല്ലിലൊക്കെ ഇട്ട് അരക്കുന്നവരാണെങ്കിൽ അല്ലാതെ അരച്ചെടുക്കാം. അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് നേരം ഒന്നും അരക്കണ്ട. ഒരു 2-3 സെക്കൻഡ് മാത്രം അരച്ചെടുത്താൽ മതി. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബോൾ പോലെ അങ്ങ് ആക്കി വയ്ക്കുക. അപ്പോൾ പഴയ ഒരു നൊസ്റ്റാൾജിക് ഫീലും കിട്ടും. നല്ല ടേസ്റ്റാണ് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ. അപ്പോൾ ഞാൻ ഇതുപോലെ ചമ്മന്തിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ചമ്മന്തിയിൽ മുളക് പൊടിക്ക് പകരം പച്ചമുളക് ഇട്ട് അരയ്ക്കാം. അപ്പോൾ ഈ ഒരു കളർ ഇല്ലാതിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ പൊതിച്ചോറിൽ ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മുട്ട പൊരിച്ചത്. അപ്പോൾ മുട്ട പൊരിച്ചത് കോമൺ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാണ്. പച്ചമുളക്, ചെറിയുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മുട്ട എല്ലാം ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. മുട്ട പൊരിക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മുട്ട ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഒരു സൈഡ് റെഡി ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടി വേവിച്ചെടുക്കുക. അപ്പോൾ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഓംലെറ്റ് പൊരിച്ച പാത്രത്തിൽ തന്നെയാണ് ഞാൻ മീൻ കൂടി ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം മീൻ ഫ്രൈ ചെയ്യാൻ വെക്കുകയാണ്. മീൻ നല്ലപോലെ 2 വശം തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു മീൻ നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം ഈ ഒരു വെളിച്ചെണ്ണ കളയാൻ പാടില്ല. അതിൽ നമുക്കൊരു മസാല കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് തോരനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ചീരയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചീരയ്ക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക കേട്ടോ. അതിലേക്ക് നന്നായി ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറുതായി അരിഞ്ഞ് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിങ്ങനെ ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം.
നല്ലപോലെ ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചീര ഞാനിവിടെ നന്നായി കഴുകി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചീര ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആവിയിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ ചീര പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ, നല്ലോണം അത് വെന്ത് റെഡിയായി കിട്ടും. പിന്നെ ഇലക്കറികളൊന്നും ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഒരുപാട് വെള്ളവും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ പുതിയ വെളിച്ചെണ്ണയിൽ ഇട്ടാലും ചെയ്താൽ മതിയാവും. ഇനി മീൻ പൊരിച്ച വെളിച്ചെണ്ണയിൽ ഈ ഒരു മസാല റെഡിയാക്കി എടുത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സെയിം വെളിച്ചെണ്ണ തന്നെ എടുത്തത്. നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഒട്ടും തന്നെ എണ്ണയില്ലാതെ നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക ഈ ഒരു മസാല. ആ തേങ്ങയെല്ലാം നല്ലോണം ഒന്ന് റോസ്റ്റായി വരണം. അതുപോലെ ഉള്ളി നല്ലോണം റോസ്റ്റായി വരണം. നല്ലൊരു സ്മെല്ലാണ്, അതുപോലെ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് കറികളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊന്ന് പൊതിഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഇല എടുത്തിട്ടുണ്ട്. ഇല നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇല ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് വാട്ടിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പൊതിയെല്ലാം ചെയ്യുമ്പോൾ അതിലേക്ക് നല്ല ചൂടുള്ള ചോറ് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലാണ് ആ ഒരു ഇലയുടെ മണവും നല്ലൊരു ടേസ്റ്റ് എല്ലാം ആ ചോറിലേക്ക് പിടിക്കുള്ളൂ. പിന്നെ ബാക്കിയുള്ള കറികളെല്ലാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ചൂടും എല്ലാം കൂടി ചേർത്തൊരു നല്ല ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള ചോറ് തന്നെ ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള കറികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് പൊതിഞ്ഞ് വെക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 1 സ്പൂണാണ് ഞാൻ ഈ ഒരു ചമ്മന്തി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ചൊക്കെ എടുക്കാം. സാധാരണ കുറച്ച് ചമ്മന്തിയാണ് ഉണ്ടാവുക. മീൻ വറുത്തതും അതുപോലെ മസാലയും ചീരത്തോരനും ഒക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് പൊതിച്ചോറിൽ എന്തൊക്കെ വേണം എന്നുള്ളത്. പക്ഷേ മിക്കവാറുള്ള പൊതിച്ചോറുകളിലൊക്കെ കാണുന്ന ഒന്നാണ് ഈ മുട്ട പൊരിച്ചത്, മീൻ പൊരിച്ചത്, ഒരു തോരൻ, ചമ്മന്തിയൊക്കെ. അപ്പോൾ ഇത് എൻ്റെ മാത്രം ഒരു കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുള്ള ഒരു കോമ്പിനേഷനുമാണ്. വളരെ ഈസിയുമാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ പൊതിച്ചോറാണ്. ഇനി ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം. പൊതിഞ്ഞെടുക്കുന്നതിന് മുന്നേ അടിയിൽ ഒരു പേപ്പറോ മറ്റോ വെക്കണം. പേപ്പർ വെച്ചിട്ടാണ് നമ്മളിത് പൊതിഞ്ഞ് വെക്കുന്നത്. ഇത് പൊതിഞ്ഞ് വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് കുറച്ച് നേരം പൊതിഞ്ഞ് വെക്കുക. നല്ല ചൂടോടുകൂടി വാഴയിലയിൽ കുറച്ച് നേരം, ഏകദേശം ഒരു 2-3 മണിക്കൂർ അതിൽ കൂടുതൽ പൊതിഞ്ഞ് വെക്കുമ്പോഴാണ് ആ ഒരു പൊതിച്ചോറിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക കേട്ടോ. നല്ല ചൂടുള്ള ചോറ് ഈ ഒരു വാഴയിലയിൽ പൊതിഞ്ഞ കറികളുടെ കൂടെ വെച്ച് തുറക്കുമ്പോഴുള്ള ആ ഒരു മണവും അത് കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റും ആ ഒരു നൊസ്റ്റാൾജിയൊക്കെയാണ് ഈ ഒരു പൊതിച്ചോറിൻ്റെ ഫീൽ എന്ന് പറയുന്നത്. അത് വേറെ ഒന്നിനും കിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഗ്രീഡിയൻസും അളവുകളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരയ്ക്കും. താങ്ക്